ഞങ്ങൾ VFS ഗ്ലോബൽ വിസ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രഘുപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു വലിയ ശ്രമം നടത്താൻ പോവാണ്. ഷെങ്കൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. യൂറോപ്പൊക്കെ ഒന്ന് കറങ്ങി അടിച്ചു പൊളിക്കണമെന്നുണ്ടോ, ചുറ്റണമെന്നുണ്ടോ? ഞങ്ങളൊന്ന് ഫുള്ള് കറങ്ങാൻ പ്ലാനാണ് കേട്ടോ. കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും അല്ലേ ഷെങ്കൻ വിസ മേടിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കിട്ടുമോ ഗൈസ്? ഞങ്ങളുടെ കയ്യിൽ ഫുള്ള് ഡോക്യുമെൻറ്റ്സ് ആണ് കേട്ടോ. റിജക്റ്റ് ആകാതെ മാക്സിമം ഇരിക്കാനുള്ള രീതിയിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഈ ഷെങ്കൻ വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് രഘുപുരത്തുള്ള VFS ഗ്ലോബൽ വിസ സെൻറ്ററിലാണ് കേട്ടോ. അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫയലെല്ലാം നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നിന്നാണ് നമുക്ക് യൂറോപ്പിലേക്കുള്ള ഷെങ്കൻ വിസ, അതായത് 29 രാജ്യം പോകാനുള്ള ആ ഭാഗ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് കേട്ടോ. നല്ല റിസ്ക് ഉള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി വന്നതാണ് കേട്ടോ. VFSൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ അവിടുത്തെ വീഡിയോ ഒന്നും കാണിക്കാൻ. അങ്ങനെ നമ്മുടെ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു 15 ദിവസത്തോളം വെയിറ്റ് ചെയ്യണം. എന്നിട്ടേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ വിസ വന്നിട്ടുണ്ടോ, നമുക്ക് കിട്ടിയിട്ടുണ്ടോ, ഇവർ നമുക്ക് അപ്രൂവ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാം കേട്ടോ. അതുപോലെ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. കിട്ടിയിട്ട് പറയാം കേട്ടോ. ഇനി എങ്ങനെ റിജക്റ്റ് ആയാലോ